ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഓക്കെ, നമുക്കിവിടെ മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് ദ ഹൈ പ്രിസ്റ്റസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ ഒരു കൂടുതൽ പേരുടെ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി, ചിലപ്പോൾ നിങ്ങൾ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം ഫാമിലി എന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഫാമിലി ആയിട്ടും ഒക്കെ നല്ല രീതിയിൽ ഇത് മാരേജ് കഴിഞ്ഞവരുടെ ഒരു എനർജിയും കൂടി കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയങ്ങൾ തന്നെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. അത് ഒത്തിരി മനോഹാരിതയിലൂടെ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിലും വരാൻ ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സോഡ്സ്, 7 ഓഫ് സോഡ്സ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതലും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന്റെ അറിവോടുകൂടി നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ പേഴ്സൺ ഇത് അറിഞ്ഞിട്ട് മറച്ചു വെക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ ഒരു ടോക്സിക് ആയ രീതിയിലേക്ക് മാറ്റി എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെ കണ്ണിങ്ങും സൂത്രശാലിയായ ഒരു വ്യക്തിയായിരിക്കുന്നു. അത് പിന്നെ അവർ മോശപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അത് കൂടുതലായിട്ടും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ അത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രൈവറ്റ് ആയിട്ട് രീതിയിൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു അച്ചീവ്മെന്റിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തി തന്നെയാണ്, സക്സസിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തി തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നല്ല നിങ്ങളുടെ കരിയറിലൊക്കെ നല്ല പ്രോഗ്രസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്, നിങ്ങളുടെ സ്വന്തം എഫേർട്ടും കൊണ്ട് ഉയർന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സത്യസന്ധത തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സക്സസ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു നിങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞ ഒരു ഡിവൈൻ ലവ് തന്നെയായിരുന്നു. പക്ഷെ അത്തരത്തിൽ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. കുറച്ച് ആളുകളുടെ കടന്നുവരവാണ് അതിനെ ഇങ്ങനെ മാറ്റിമറിച്ച് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ആളുകൾ തന്നെ പലപ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം വന്നതിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുന്ന സമയങ്ങളിൽ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് എന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങളെ വിശ്വസിപ്പിക്കാനും കഴിവുള്ള വ്യക്തികൾ തന്നെയാണ് ഈ ഒരു പേഴ്സണും അതുപോലെ ഈ പേഴ്സന്റെ കൂടെയുള്ള വ്യക്തികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വന്ന് നിങ്ങളൊരു സെപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, നിങ്ങൾ ഒരേ വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് ഡെയിലി കാണുന്ന ആളുകൾ ഒക്കെ തന്നെയാണെങ്കിൽ കൂടി നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാനോ ഒന്നുമില്ലാത്ത ഒരു രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം റിലേഷൻഷിപ്പ്. മേ ബി നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലുണ്ട് എങ്കിൽ കൂടിയും ഒരു ആത്മാർത്ഥതയില്ലാത്ത രീതിയിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്.
അപ്പൊ നിങ്ങളുടെ ഒരു എനർജി എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് ഒട്ടും ഹാപ്പി അല്ല. നിങ്ങൾ വളരെയധികം ഇനിയിപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകണമോ, ഫ്യൂച്ചറിൽ ഇനി എന്താകും എന്നൊക്കെ ഉള്ള ഒരു വളരെയധികം കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ പേടിക്കുന്നതായിരിക്കും, ടെൻഷൻ അടിക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പിന്നീട് കുറച്ച് ആളുകൾ ഇവിടുന്ന് ലെറ്റ് ഗോ ചെയ്ത് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അടുത്തൊരു കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ മാനസികമായ അകൽച്ചയിലാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ചകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു നല്ല ജോബ് ലഭിക്കുകയും ഒക്കെ നിങ്ങൾക്ക് മണി മാറ്റേഴ്സിൽ ഒരു ഗെയിൻ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. അവര് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള ഒരു ഉയർച്ചയും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഉയർച്ചകളും ഒക്കെ വന്നിട്ടുണ്ടാകാം. ഈ ഒരു ഇത്രയും നാളുകൾക്കുള്ളിൽ തന്നെ അത് നിങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, ഓക്കെ ഈ ഒരു പേഴ്സന്റെ അടുത്തേക്ക് തന്നെ പോകാം എന്നുള്ളൊരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാകാം എന്നുവരെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ ചാൻസുകളും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയത്തില്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സ്വീകരിക്കണം, ആ ഒരു രീതിയിൽ നമ്മൾ പറയത്തില്ല. അപ്പൊ നിങ്ങളോട് പെരുമാറിയത് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം പേഴ്സണലായിട്ട് പറയാൻ നിങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷെ നമുക്കിവിടെ കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത്, ഇപ്പൊ പല ആളുകളും പല രീതിയിലുള്ള അഡ്വൈസുകൾ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും തിരിച്ചു വരും. അപ്പൊ പല ആളുകളും പല രീതിയിലുള്ള അഡ്വൈസുകൾ തരും. പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചും ലൈഫിന്റെ പർപ്പസിനെ കുറിച്ചും ഒക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കണം എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. അതുപോലെ ഒരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ഇൻട്രോവേർട്ടർ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം എങ്കിൽ കൂടിയും നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നിങ്ങളുടെ വ്യക്തി വളരെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. അവരുടെ കൂടെ ഉള്ളവരും അത്തരത്തിലുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആണ് എങ്കിലും കൂടുതലായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള കാർഡുകളാണ് നമുക്ക് കൂടുതൽ തന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ തിരിച്ചു വരണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ആ വ്യക്തി ചിന്തിക്കുന്നുള്ളൂ. ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. പക്ഷെ നമുക്കിവിടെ നെഗറ്റീവ് കാർഡുകൾ പലതും വന്നതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ഹാപ്പി വെൽക്കം ആയിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ, സിറ്റുവേഷൻസ് എല്ലാം അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്ന ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നു, നിങ്ങൾ ഓടിച്ചെല്ലു എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ വിലയിരുത്തിയതിനു ശേഷം ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തണം. കാരണം യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി ഗൈഡൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓടി ഒരു ഡിസിഷൻ എടുക്കരുത്, അഡ്വൈസ് ചെയ്യുന്ന ആളുകളെ വിലയിരുത്തണം. നിങ്ങൾക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് ഉണ്ടായിരിക്കണം, സെൽഫ് റെസ്പെക്ട് വേണം എന്നൊക്കെ യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിങ്സ് ഇത് തന്നെയാണ്, നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു കാര്യം തന്നെ. ഇത്രയും കാർഡുകൾ നമ്മൾ എടുത്തെങ്കിലും ഈ ഒരു കാർഡുകളിലും അവരൊരു റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവർ ഇത്തരം ഒരു മോശം പ്രവൃത്തികൾ ചെയ്തതിനെ ഓർത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ പോയതിനെ ഓർത്തോ ഒന്നും വിഷമിക്കുന്നതായിട്ടോ ഒന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ലാസ്റ്റ് ഒരു കാർഡിൽ നമുക്ക് അവരെ വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു കാർഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഇത് റെസനേറ്റ് ആകണം എന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഒപ്പം തന്നെ യൂണിവേഴ്സ് നമുക്കൊരു ഗൈഡൻസ് മെസ്സേജും കൂടി തരുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇൻഡ്യൂഷൻസിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇനി നല്ലൊരു നിങ്ങൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും എന്ന രീതിയിലുള്ള സയൻസ് സിംബൽസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് സെൻഡ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്തു നോക്കാം. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതിന്റെ ക്ലാരിഫിക്കേഷൻ കൂടി ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കാം. ഓക്കെ, പെൻഡക്കിൾസ് ആണ് നമുക്ക്, 6 ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്ക്
ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫിക്കേഷൻ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ, ഇവരുടെ ഈ ഒരു വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വ്യൂവേഴ്സിന്റെ പേഴ്സൺ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്ലാരിഫിക്കേഷൻ ആണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് 3 കാർഡുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. 6 ഓഫ് പെന്റിക്കിൾസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ദ മജീഷ്യൻ കാർഡും കിങ് ഓഫ് സോൾസും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഇത്രയും കാർഡുകളിൽ നമുക്ക് ആകെ മൊത്തം യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കാർഡ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 20% ആളുകൾക്ക് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ബാക്കി 80% ആളുകൾ നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു റീഡിംഗ് ആണ്. നമുക്ക് വളരെ നെഗറ്റീവ്, ഒത്തിരി നാളുകൂടെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് കിട്ടുന്നത്. ഈ ഒരു 3 കാർഡിലും നിങ്ങളെ ഈ വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വളരെ നിങ്ങളെ വളച്ചൊടിച്ച് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അവരിപ്പോ ശരിക്കും പിടിക്കപ്പെട്ട ഒരവസ്ഥയിൽ നിന്നാൽ പോലും ആ കാര്യങ്ങൾ വളച്ചൊടിച്ച് നിങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കോ തിരിച്ചുവിടാനായിട്ട് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവര് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങളുടെ വെൽത്ത് കണ്ടിട്ട് തന്നെയാണ്. അത് ഇപ്പൊ ഇവരുടെ കയ്യിലുള്ള കുറച്ച് ഇതൊക്കെ എടുത്തിട്ട് അവർ ചാരിറ്റി മറ്റുമൊക്കെ ചെയ്ത് കാണിച്ച് നിങ്ങളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു കാർഡിലും മാനിപ്പുലേഷൻ തന്നെയാണ് കാണാൻ. അവർക്ക് അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവർക്കൊരു മെന്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതായത് മെന്റലി അവർ വളരെ വീക്കാണ്. ഒരു ക്ലാരിറ്റി ഇല്ല അവർക്ക്. കിട്ടുന്നത് കിട്ടി, പോണത് പോയി, വന്നു പോയി, അങ്ങനത്തെ ഒരു രീതിയിൽ, ഇത് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു രീതിയിലുള്ള, മെന്റലി ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു കാർഡിലും മാനിപ്പുലേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ സ്കിൽ എന്ന് പറഞ്ഞാൽ തന്നെയും അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെയാണ്. അങ്ങനെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു സക്സസിലേക്ക് എത്തിച്ചേരാനും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിൽ പവറിലൊക്കെ നിൽക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ലാസ്റ്റ് കാർഡിലും അത് തന്നെയാണ്, മാനിപ്പുലേഷൻ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അവരുടെ ഒരു പവർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരത് തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പവർ ആയിട്ട് അവർക്ക് കൊടുക്കരുത്. അങ്ങനെ ഒരു പവർ കൊടുത്ത ഒരു അധികാരിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരത് മിസ്യൂസ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പേഴ്സണെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രീതിയിൽ നിർത്തണം, എവിടെ നിർത്തണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് കൂടുതൽ ആളുകൾക്ക് ഒരു ഫൈനാൻഷ്യൽ പരമായ ഉയർച്ച, നിങ്ങളുടെ ഉയർച്ച കണ്ടുകൊണ്ട്, നിങ്ങളുടെ സക്സസ് കണ്ടുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത് എന്നാണ് കാണുന്നത്. സാധാരണ കാർഡുകളിലൊക്കെ നമുക്ക് അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ പഠിച്ചു, ലെസൺസ് പഠിച്ചു, വിഷമത്തിലൂടെ കടന്നുപോയി, കാര്യങ്ങൾ മനസ്സിലാക്കി, യഥാർത്ഥ റിയാലിറ്റി മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ കാർഡുകളിലൂടെ കിട്ടാറുണ്ട്. പക്ഷെ ഈ ഒരു റീഡിംഗ് മാത്രം അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്കും പോസിറ്റീവായിട്ട് റീഡിങ്ങുകൾ കിട്ടുമ്പോഴാണ് വളരെ സന്തോഷം. ഇതിപ്പോ കുറച്ച് നെഗറ്റീവായിട്ടുള്ള റീഡിങ്ങുകളാണ്. ഒരു 20% ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കാം. അപ്പൊ അത് നമ്മുടേതായ സിറ്റുവേഷൻസ് വെച്ചിട്ട് നമ്മളാണ് സ്വന്തമായിട്ട് തീരുമാനിക്കുന്നത്. എന്റെ പേഴ്സണെ ഞാൻ ഇന്ന് സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു കാര്യം. നമ്മൾ ഒരിക്കലും ഒരു പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ നമ്മളൊരു ഒപ്പീനിയൻ പറയത്തുള്ളൂ. ഇതിൽ നമ്മളൊരു പേഴ്സണൽ റീഡിങ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് അത് എന്തിനാണ് ക്ലൂസ് എടുക്കുന്നതെന്ന്. നമ്മളിപ്പോ ഓൾറെഡി റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെ റെസനേറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളിപ്പോ എടുക്കുന്ന ക്ലൂസും കൂടെ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കുക. അപ്പൊ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ക്ലൂസ് കിട്ടി കഴിയുമ്പോൾ ഈ ക്ലൂസും കുറച്ച് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫീൽ പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ ഉള്ള വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമാസ് ഒക്കെ ഉള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. തൃശൂർ ഡിസ്ട്രിക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീം ലവർ, ഓക്കെ. സെൻസിറ്റീവ്, ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 32 കിട്ടിയിട്ടുണ്ട്. റൈഡർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ റൈഡർ ആകാനുള്ള ചാൻസ് ഉണ്ട്. കെയറിങ്, വളരെ കെയറിങ് ഉള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ലോയർ ആയിരിക്കാം. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ, ഓക്കെ. 28 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 48 hours, ഓക്കെ.
നമ്പർ 8 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇടുക്കി ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2005 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഇസ് ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.